ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSLC മാത്സ് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയാണ്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ടോപ്പിക്സ് നോക്കാം. ടോപ്പിക് നമ്പർ 1 അരിത്തമെറ്റിക് സീക്വൻസ് കൺസെപ്റ്റ്, സമാന്തര ശ്രേണി എന്ന ആശയം. ടോപ്പിക് നമ്പർ 2 ടേം ആൻഡ് പൊസിഷൻ, സ്ഥാനവും പദവും. ടോപ്പിക് നമ്പർ 3 ഓൾജിബ്രൈക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. ടോപ്പിക് നമ്പർ 4 സം ഓഫ് ഫസ്റ്റ് n ടേംസ്, എണ്ണൽ സംഖ്യകളുടെ തുക. ടോപ്പിക് നമ്പർ 5 സം ഓഫ് ടേംസ്, പദങ്ങളുടെ തുക. ഇനി ഓരോ ടോപ്പിക്കായി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് അരിത്തമെറ്റിക് സീക്വൻസ് കൺസെപ്റ്റ്, സമാന്തര ശ്രേണി എന്ന ആശയം. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? സമാന്തര ശ്രേണി. സമാന്തര ശ്രേണിയിൽ ഒന്നാം പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. രണ്ടാം പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാമത്തെ പദം കിട്ടും. മൂന്നാമത്തെ പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ അങ്ങനെ നാലാമത്തെ പദം കിട്ടും. അതായത് ഫസ്റ്റ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. അതുപോലെ തേർഡ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം എഫ് ആണെങ്കിൽ എഫ് പ്ലസ് ഡി ആയിരിക്കും സെക്കൻഡ് ടേം, എഫ് പ്ലസ് 2d ആയിരിക്കും തേർഡ് ടേം, എഫ് പ്ലസ് 3d ആയിരിക്കും ഫോർത്ത് ടേം. അതുപോലെ nth ടേം എന്ന് പറയുന്നത് എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. nth ടേം എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. nth ടേം എന്നാം പദം കണ്ടുപിടിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ് ആണുള്ളത്. HCn ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അല്ലെങ്കിൽ HCn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. എന്താണ് എഫ്? ഫസ്റ്റ് ടേം, ആദ്യ പദം. എന്താണ് ഡി? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഈ രണ്ട് ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കാൻ കഴിയും, nth ടേം കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ ഡിഫറൻസ് 5. റൈറ്റ് ദി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓൾസോ. ആദ്യ പദം 3, പൊതുവ്യത്യാസം 5, സമാന്തര ശ്രേണി, ബീജഗണിത രൂപം എഴുതുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 3, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 5, CD ഈക്വൽ ടു 5. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, സമാന്തര ശ്രേണി, ബീജഗണിത രൂപം. അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷനും അരിത്തമെറ്റിക് സീക്വൻസും. ഫോർമുല എന്താണ്? HCn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് HCn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ക്വസ്റ്റ്യനിൽ ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. 5n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് ഫസ്റ്റ് ടേം എത്രയാണ്? 3. 3 മൈനസ് 5 ഈക്വൽ ടു 5n. 3 മൈനസ് 5 എത്രയാണ്? ചെറിയ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ഇടണം. 3 മൈനസ് 5 -2, അതായത് -2. nth ടേം കണ്ടുപിടിക്കുമ്പോൾ എന്നിന് പകരം n തന്നെയാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പൊ HCn എന്താണെന്ന് നമുക്ക് കിട്ടി. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ്? HCn ഈക്വൽ ടു 5n മൈനസ് 2. ഇനി ശ്രേണി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ശ്രേണി കണ്ടുപിടിക്കുക? നമുക്ക് ഓൾറെഡി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അറിയാം. HCn ഈക്വൽ ടു 5n മൈനസ് 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ശ്രേണി കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്നിൻ്റെ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താ വരിക? x1 ഈക്വൽ ടു 5 ഇൻറ്റു 1 മൈനസ് 2, അതായത് 5 മൈനസ് 2 3. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്നിൻ്റെ അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 ഈക്വൽ ടു 5 ഇൻറ്റു 2 മൈനസ് 2, 10 മൈനസ് 2 8. തേർഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്നിൻ്റെ അവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x3 ഈക്വൽ ടു 5 ഇൻറ്റു 3 മൈനസ് 2, 15 മൈനസ് 2 13. ഫോർത്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്നിൻ്റെ അവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x4 ഈക്വൽ ടു 5 ഇൻറ്റു 4 മൈനസ് 2, 20 മൈനസ് 2 18. ഓക്കെ, അതിന് 4 ടേംസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എക്സെട്ര ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ സീക്വൻസും കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The algebraic form of an arithmetic sequence is 5n plus 4. Find common difference first term 10th term. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n plus 4. ആദ്യ പദം പൊതുവ്യത്യാസം, 10ാം പദം കണക്കാക്കുക.
നമുക്ക് 5n+4 ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അർഥമെറ്റിക് എക്സ്പ്രഷൻ, അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട് 5n+4. ഇതില് n-ന്റെ കൂടെ ഉള്ളതാണ്, n-ന്റെ കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, n-ന്റെ കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്, n-ന്റെ കൂടെ ഉള്ളതാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്രയാണ്? 5. ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് ഈ 5ഉം 4ഉം കൂടി കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് 5 + 4 9. ഓക്കെ, ഇനി നമുക്ക് 10ാം പദം കണ്ടുപിടിക്കണം, 10th ടേം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 10th ടേം കണ്ടുപിടിക്കുക? 10th ടേം കണ്ടുപിടിക്കാനായി n-ന്റെ അവിടെ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 × 10 + 4 50 + 4 എത്രയാണ്? 54. ഓക്കെ, ഇനി മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എ ബി സി ആർ ഇൻ എ പി. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം ബി കണ്ടുപിടിക്കാനായിട്ട് a+c/2. ഓക്കെ, മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടി ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. 24,42. ഇതൊരു എ പി ആണ് എങ്കിൽ ഈ ഡാഷ് ഉള്ള ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 24 + 42 ചെയ്യാം. 66. 66നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 66/2 33. 33 ആയിരിക്കും മിഡിൽ ടേം. മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് b = a+c/2. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? Is 101 a term of the arithmetic sequence 13, 24, 35? What about 1001? അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് 13, 24, 35. അതിലെ ഒരു ടേം ആണോ 101, അതുപോലെ തന്നെ ടേം ആണോ 1001 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടേം ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ആദ്യം ഫോർമുല ചെയ്താ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? hn = dn + f - d. ആദ്യം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഫസ്റ്റ് ടേം 13, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 24 - 13 11. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d എത്രയാ? 11 n + f എന്ന് പറയുമ്പോൾ 13 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാ? 11. അപ്പോൾ 11n + 13 - 11 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് 11n + 2 എന്ന് nth ടേമിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി അത് 101 ഈക്വൽ ആണ് ഇട്ട് കൊടുക്കുക. 11n + 2 = 101 എന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ടേം ആണോ എന്ന് ചോദിച്ചിട്ടുള്ള ആ നമ്പർ ചെക്ക് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? 11n + 2 = 101. 11n = ഈ +2 ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? -2 ആയി മാറും. 11n = 101 - 2. 11n = 99. n = 99/11. ഇപ്പൊ എത്രയായിരിക്കും? 9. അപ്പോൾ n കണ്ടുപിടിക്കുമ്പോൾ ഒരു പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 101, ഈ കേസിൽ പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് നമുക്ക് കിട്ടിയത്, n എന്നല്ല കിട്ടിയത്. അങ്ങനെയാണ് എങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടേം ആണ്. അതായത് ഈ കേസിൽ 101 ടേം ആണ്. 101 ഒരു ടേം ആണോ എന്നാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് 11n + 2 = 1001 എന്ന് ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. 11n = 1001 പ്ലസ് ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ്. 11n = 1001 - 2. 11n = 999. n = 999/11. ഇപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 90.8181 എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ n-ന്റെ വാല്യൂ പോയിന്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയില്ല. പോയിന്റ് വന്നാൽ അത് ടേം ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ 1001 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. 1001 ഒരു പദമല്ല.
മനസ്സിലായോ? അപ്പോൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണ് കണ്ടുപിടിക്കുക. എണ്ണ് കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് വരുന്നുണ്ട് എങ്കിൽ അത് ടേം അല്ല. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ അത് പദമല്ല. പോകുന്നുണ്ട് എങ്കിൽ പദമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം x1, nth ടേം xn ആണെങ്കിൽ കോമൺ ഡിഫറൻസ് d ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം? പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എന്ന് പറഞ്ഞാൽ എന്താ? എന്നാം പദം. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം. d എന്നാൽ പൊതുവ്യത്യാസം. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? പദങ്ങളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ടേംസ് ഓഫ് എ പി. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എന്താണെന്ന് നമുക്കറിയണം. x1 എന്താണ്? അപ്പോ 3-digit നമ്പേഴ്സ്, 3-digit നമ്പേഴ്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 100 മുതൽ 999 വരെ. നമുക്ക് ഇതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണം. അപ്പൊ ഫസ്റ്റ് 3-digit നമ്പർ ഏതാണ്, ലാസ്റ്റ് 3-digit നമ്പർ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം 100, അതാണല്ലോ ആദ്യത്തെ 3-digit നമ്പർ. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 2 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം റിമൈൻഡർ 3 ആണ് വേണ്ടത്. ഈ 2 3 ആവണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്യണം. അതേ നമ്പർ നമ്മൾ ഇവിടെയും ആഡ് ചെയ്യുക. അതായിരിക്കും ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ x1 ഈക്വൽ ടു 101 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് 3-digit നമ്പർ, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ലാസ്റ്റ് 3-digit നമ്പർ ഏതാണ്? xn എന്താണ്? nth ടേം എന്താണെന്ന് നമുക്ക് കിട്ടണം. അതിനായിട്ട് നമ്മൾ 1000നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് റിമൈൻഡർ 6 എന്ന് കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? റിമൈൻഡർ 3 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 6 3 ആവണമെങ്കിൽ 3 കുറയ്ക്കണം, വേണ്ടേ? 6 3 ആവണമെങ്കിൽ 3 കുറയ്ക്കണം. അതേ 3 ഇവിടെയും കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടേം 1000 നിന്ന് 3 കുറയുന്നതായിരിക്കും nth ടേം. ഓക്കെ, അപ്പോ nth ടേം എന്താണ്? xn ഈക്വൽ ടു 997. 1000 നിന്ന് 3 കുറഞ്ഞാൽ 997. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn 997 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 101 ബൈ 7. അത് ചെയ്യുക. പ്ലസ് 1 എന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 997 മൈനസ് 101 എത്രയാണ്? 896 ബൈ 7 ചെയ്യുക. അപ്പൊ 128 എന്ന് കിട്ടും. അതിന്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 129. എന്താണ് ആൻസർ? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 129 മൂന്നക്ക സംഖ്യകളുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണൽ സംഖ്യകളുടെ തുക, 1 മുതൽ n വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫോർമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫോർമുല എന്താ? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഒരു എക്സാമ്പിൾ നോക്കാം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 100. 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല എന്താ? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ആകെ എത്ര? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ട് ഇതിൽ? 1 മുതൽ 100 വരെ എത്ര ടേംസ് ഉണ്ട്? 100 ടേംസ് ഉണ്ട്. അപ്പൊ n പകരം 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താ? ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n 100 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 1 101. അതായത് 100 ഇൻറ്റു 101 ബൈ 2. 100 ബൈ 2 എത്രയാണ്? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടാ? 50. 50 ഇൻറ്റു 101 5050. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1. സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ് എത്ര? എന്താണ് ഫോർമുല? എന്താണ്? n ഇൻറ്റു n പ്ലസ് 1. ഒരു പ്രോബ്ലം നോക്കാം. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100. 2 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. ഫോർമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1. 2 മുതൽ 100 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും?
50 അല്ലേ? അപ്പൊ 50 ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ എന്താണ്? 51. 50 ഇൻറ്റു 51 2550. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? n സ്ക്വയർ. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഫോർമുല എന്താണ്? n സ്ക്വയർ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ. ഒരു പ്രോബ്ലം നോക്കാം. 1 + 3 + 5 + etc. + 99 ഇതിന്റെ തുക കണ്ടുപിടിക്കണം. 1 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടായിരിക്കും? 50 എണ്ണം അല്ലേ? അപ്പോ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? n സ്ക്വയർ എന്നാണ് ഫോർമുല. അപ്പൊ 50 ഇൻറ്റു 50 2500. നെക്സ്റ്റ് ടോപ്പിക്, സം ഓഫ് n ടേംസ്. എന്താണ് ഫോർമുല? Sn = n/2 ഇൻറ്റു x1 + xn. വേറൊരു ഫോർമുലയാണ് Sn = n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. അതായത് പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് Sn = തുക Sn = n/2 ഇൻറ്റു x1 + xn. അല്ലെങ്കിൽ Sn = n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഓക്കെ, അപ്പോ ഈ രണ്ട് ഫോർമുലയും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? തുക കണ്ടുപിടിക്കാനാണ് അല്ലേ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, അതായത് ഫസ്റ്റ് ടേമും nth ടേമും നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും ഈസി. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയുമെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാത്ത കേസ് വരുമ്പോൾ, ഫസ്റ്റ് ടേം അറിയാം ലാസ്റ്റ് ടേം അറിയില്ല എന്ന കേസ് വരുമ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യായിരിക്കും ഈസി. രണ്ട് ഫോർമുല വഴി നമുക്ക് ആൻസർ കിട്ടും. കൂടുതൽ ഈസി ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് എൻ AP 19, 28, 37 etc. 19, 28, 37 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള സീരീസ് എന്താണ്? സീക്വൻസ് എന്താണ്? 19, 28, 37. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയില്ല. 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യായിരിക്കും ഈസി. Sn = n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. അറിയുന്ന ഡീറ്റെയിൽസ് എല്ലാം വേഗം എഴുതി വെക്കുക. n എത്രയാണ്? എത്ര ടേംസിന്റെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 25. ഫസ്റ്റ് ടേം 19, a = 19. പൊതുവ്യത്യാസം 28 - 19 ചെയ്യാം, 9. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഉള്ളിടത്തെല്ലാം 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ അവിടെ 19, ഡിയുടെ അവിടെ 9. അപ്പൊ എന്താ കിട്ടുക? Sn = 25/2 ഇൻറ്റു 2 ഇൻറ്റു 19 + 25 - 1 ഇൻറ്റു 9 = 25/2 ഇൻറ്റു 2 ഇൻറ്റു 19 38, 38 + 25 - 1 24, 24 ഇൻറ്റു 9 216. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുക, കൂട്ടുക. 38 + 216 254. ഈ 254/2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 127. അപ്പൊ 25 ഇൻറ്റു 127 ചെയ്യാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ 127 കിട്ടും. 25 ഇൻറ്റു 127 അതാണ് ആൻസർ, 3175. ഓക്കെ, അപ്പൊ 19, 28, 37 ഈ ഒരു സമാന്തര ശ്രേണിയിലെ 25 പദങ്ങളുടെ തുക 3175. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമ്മ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 + 7 + 11 + etc. + 199 തുക കാണണം. Sn = n/2 ഇൻറ്റു x1 + xn. ഈ ഫോർമുല യൂസ് ചെയ്യാവും ഈ കേസിൽ നല്ലത്. കാരണം എന്താ? 3 നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേമും അറിയാം. ഇതിന്റെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മ് കണ്ടുപിടിക്കാനായി ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത്? n അറിയണം. n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n = xn - x1/d + 1. ഈ കേസിൽ xn എന്താണ്? 199. x1 ഫസ്റ്റ് ടേം 3. d എന്താണ്? 7 - 3 അതായത് 4. അപ്പോൾ 199 - 3/4 + 1. ഈ +1 ഫോർമുലയിൽ +1 ഉണ്ട്. 199 - 3 196. 196/4 + 1. 196/4 എത്രയാണ്? 49. 49 + 1 50. അപ്പോൾ n 50 ആണെന്ന് നമുക്ക് കിട്ടി.
ഇപ്പൊ x1 3 ആണെന്നറിയാം, xn 199 ആണെന്നറിയാം, n 50 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സമ്മിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn equal to n by 2 into x1 plus xn equal to 50 by 2. n അവിടെ 50 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 by 2 into x1 plus xn. ഓക്കെ, 50 by 2 എന്താണ്? 25. 25 into 202. 3 plus 199, 202. Okay, 25 into 202 equal to 5050. Okay,